കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ തെരുവുനായ്ക്കളുടെ കേന്ദ്രമായി മാറുകയാണ്. രാത്രിയായാൽ ആശുപത്രിക്കകത്തും തെരുവുനായ്ക്കൾ കയറുന്നതിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുന്നു. സാഹചര്യം രൂക്ഷമായിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന പരാതിയാണ്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, എത്ര നായ്ക്കളാണ് ഇത്? ആശുപത്രി പരിസരവും ആശുപത്രിക്കകവും ഒക്കെയാണ് തെരുവുനായ്ക്കൾ ഇങ്ങനെ കയറി ഇറങ്ങിയാണല്ലേ? സ്മൃതി, തീർച്ചയായും ആശുപത്രി കെട്ടിടത്തിന്റെ അകത്തു വരെ തെരുവുനായ്ക്കൾ കയറി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് രാത്രി സമയത്ത് പകർത്തിയ ഒരു ദൃശ്യമാണ്. അവിടെ OP രജിസ്ട്രേഷനൊക്കെ ചെയ്യുന്ന കെട്ടിടത്തിനകത്താണ് തെരുവുനായ്ക്കൾ. 10ഓളം തെരുവുനായ്ക്കളാണ് അവിടെ തമ്പടിച്ചിട്ടുള്ളത്. അത് ഈ കെട്ടിടത്തിനകത്ത് ഹാളിനകത്തു പോലും തെരുവുനായ്ക്കൾ ഉണ്ട് എന്ന് നമുക്ക് ആ ദൃശ്യത്തിൽ വ്യക്തമായി കാണാം. ഇത് ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടാകുന്നതല്ല. സ്ഥിരമായി രാത്രി സമയങ്ങളിൽ ആശുപത്രി പരിസരത്തും കെട്ടിടത്തിനകത്തൊക്കെ ഈ തെരുവുനായ്ക്കളുടെ സാന്നിധ്യമുണ്ട്. 3 മാസം മുമ്പാണ് ഈ ആശുപത്രി പരിസരത്ത് നിന്നും തെരുവുനായ കടിച്ച് ഒരു രോഗിക്ക് പരിക്കേൽക്കുകയും ചെയ്ത. അത്തരത്തിൽ സ്ഥിരമായിട്ടുള്ള തെരുവുനായ്ക്കളുടെ ശല്യം ഈ കാസർഗോഡ് ജനറൽ ആശുപത്രി പരിസരത്തൊക്കെ ഉണ്ട്. എന്നിട്ടും അധികൃതർ അത് കണ്ടില്ല എന്ന് നടിക്കുകയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇതിനെ തുരത്തുന്നതിനോ അവിടുന്ന് ആ സാന്നിധ്യം ഒഴിവാക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടാകുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അവിടെ എത്തിയ രാത്രി സമയത്ത് എത്തിയ ഒരു രോഗിയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തി ഇപ്പോൾ ഈ പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും 10ഓളം തെരുവുനായ്ക്കൾ ഉണ്ട്. അതിൽ ഈ കെട്ടിടത്തിനകത്തു പോലും ഇത് തമ്പടിച്ചിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.